ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത്, എൻ്റെ നാട്ടുകാരൻ, എൻ്റെ നാടിനെ പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫിയിലൂടെ അന്യനാടുകളിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുൻ പ്രവാസി ഫോട്ടോഗ്രാഫറും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രാവശ്യം കോഴിക്കോട് ലളിതകലാ അക്കാദമിയിൽ നടന്ന ഫോട്ടോ പ്രദർശനവുമായി ബന്ധപ്പെട്ടുള്ള 1-2 ചോദ്യങ്ങൾ, പ്രത്യേകിച്ചും എനിക്ക് വേണ്ടി മാത്രമല്ല നാട്ടുകാർക്കും അതുപോലെ തന്നെ ആ ഫോട്ടോകൾ കണ്ട പല ആളുകൾക്കും വേണ്ടിയുള്ള പല ചോദ്യങ്ങളും നമ്മുടെ അടുത്തുണ്ട്. അതുമായിട്ട് നമുക്ക് അദ്ദേഹവുമായി സംവദിക്കാം. ഏവരെയും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ബഷീർക്ക, ഈ പ്രാവശ്യത്തെ നിങ്ങളെ ഫോട്ടോ പ്രദർശനം നടന്നത് ഗ്രാമം എന്നുള്ള പേരിലാണ്. പ്രത്യേകിച്ച് ഞാനൊക്കെ ആ ഫ്രെയിമുകൾ കണ്ടപ്പോൾ അതിൽ കാര്യമായിട്ട് നല്ല ഗൃഹാതുരത്വമുള്ള, അതിൽ തിരൂരങ്ങാടിൻ്റെ ചരിത്രങ്ങൾ സംബന്ധിക്കുന്ന പല ഫോട്ടോസും പല പശ്ചാത്തലങ്ങളൊക്കെ കണ്ട് നിങ്ങളെ ഭാഷയിൽ അതൊന്ന് കേൾക്കാൻ. അതെ, നമ്മളിപ്പോൾ ടൂറൊക്കെ പോകണമെങ്കിൽ പല ദേശങ്ങളിലും ഒക്കെ സഞ്ചരിച്ച അവിടുത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ സാധാരണ കാണിക്കൽ. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് നമ്മളെ ചുറ്റുവട്ടത്ത് തന്നെ ഇഷ്ടം പോലെ ഇതേപോലെ പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് പഴയതും പുതിയതും ഗ്രാമങ്ങളും തോടുകളും പാലങ്ങളും പുഴകളും കടലും ഒക്കെ നമ്മളെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റാണ് ഞാൻ അക്കാദമിയിൽ അവിടെ പ്രദർശിപ്പിച്ചത്. പക്ഷെ അതിന് വലിയ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സ്വാധീനവും വളരെ പ്രോത്സാഹനവുമാണ് അതിന് കിട്ടിയത്. പക്ഷെ ഇന്ന് ഗ്രാമങ്ങളില്ലാതായിക്കൊണ്ട് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം തന്നെ ഇടവഴിയാണ്. ഈ ഇടവഴികളൊന്നും ഇപ്പം ഇല്ല, കാണാൻ തന്നെ ഇല്ല. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഞാൻ പുതിയ തലമുറക്ക് അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. നമ്മളെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ നമ്മള് തൊട്ടടുത്ത് തന്നെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാനുള്ള സാധ്യതകളും നല്ല ഫ്രെയിമുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഔട്ട്പുട്ടായിരുന്നു ഈ അക്കാദമിയിൽ. ഏത് ചിത്രത്തിനായിരുന്നു അവാർഡ് കിട്ടിയത്? അത് ഒരു ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന, ഗതകാല സ്മരണകൾ ഉണർത്തുന്ന ഒരു ചിത്രമാണ്. അത് എന്ന് പറഞ്ഞാൽ ഒരു പഴയൊരു വീടാണ്. ആ വീട് പറഞ്ഞാൽ മണ്ണുകൊണ്ട് ഉരുട്ടിണ്ടാക്കിയ ഒരു വീടാണ്. അതിന് മണ്ണ് തേച്ച വീട് മാത്രമല്ല, പിന്നെ ചെങ്കല്ല് കൊണ്ട് ചായം തേച്ചു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചൂടോ അല്ലെങ്കിൽ ഓവർ തണുപ്പോ അല്ല, ഒരു മിത ശീതോഷ്ണ എന്നറിയില്ല, അതേപോലുള്ള ഒരു അവസ്ഥയാണ് ആ വീടിന്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് ആ വീട് കണ്ടെത്തുന്നത്. ഇങ്ങനെ ഒരു അലച്ചിലിനിടയിൽ നമുക്ക് വീണ് കിട്ടിയ ഒരു സംഭവം. ഫോട്ടോകൾ തെരഞ്ഞുള്ള അലച്ചിലുകളാണ് ഒരു ഫോട്ടോഗ്രാഫറുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗം അല്ലേ? ഫോട്ടോ പ്രത്യേകം എന്ന് വെച്ചാൽ ഞാൻ ഫൈൻ ആർട്സ് കഴിഞ്ഞതാണ്. അപ്പോൾ ശരിക്കും ചിത്രരചനയാണ്. നമ്മൾ ഭാവനയിൽ നിറയെ ചിത്രങ്ങൾ ധാരാളം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്രെയിമുകൾ എടുക്കുന്നത് വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് ഫ്രെയിമുകൾ നമുക്ക് ഇങ്ങനെ പറയാം. കാരണം നമ്മൾ ഭാവനയിൽ വരക്കുന്ന ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു മൂന്നാം കണ്ണും കൂടി ഉണ്ട്. അതിൻ്റെ ആ ഒരു നമ്മൾ ചിത്രങ്ങൾ എടുക്കുമ്പോൾ അതിനൊരു ഇപ്പോൾ അക്കാദമിയിൽ തന്നെ നമ്മൾ ഓരോ ഫ്രെയിമിനടുത്തും ആളുകൾ ഇങ്ങനെ മണിക്കൂറുകളോളം നിന്നൊക്കെ പറയാം. ചില ഫ്രെയിമുകളൊക്കെ ഓരോ ഫ്രെയിമുകളും അവരെങ്ങനെ ചിന്തിപ്പിച്ചിട്ട് ഇങ്ങനെ 45ഓളം ഫ്രെയിമുകൾ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തർ ഹാളിൽ വന്നിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഹാള് വിട്ടു പോയതാണ്. അത് അവിടുത്തെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവരെ കമന്റുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായും ഇനിയും ഞാൻ ഗ്രാമ്യം അല്ലെങ്കിൽ പഴയകാല പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് പൊതുസമൂഹത്തിന് അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇനിയും എൻ്റെ ഒരു പ്രയത്നം. അതിൽ പ്രത്യേകിച്ചും കാണുന്നത് നമ്മുടെ തൊട്ട പ്രദേശങ്ങൾ, നമ്മളെ പ്രദേശങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കാണിക്കുന്നുണ്ട് അല്ലേ? അതെ, നമ്മൾ തൊട്ട ഭാഗം തന്നെയാണ് അല്ലേ? നമ്മളും നമ്മളെ ചാനലിലൂടെയും കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പ്രദേശങ്ങളും. കാരണം നമുക്കൊരു നേപ്പാളിലോ അതുപോലെ തന്നെ കശ്മീരിലൊക്കെ പോയിട്ട് വീഡിയോകൾ എടുക്കാം, അവിടുത്തെ സംസ്കാരങ്ങൾ കാണിക്കാം. പക്ഷേ അതിന് അതീതമായിട്ട് നമ്മുടെ നാടും നമ്മളെ സംസ്കാരം, നമ്മളെ നാട്ടിൻ പുറങ്ങളും, അതങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അത് നമ്മളല്ലാതെ മറ്റാര് കാണിക്കാനാന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം അല്ലേ? അത് സെയിം ആ ഒരു യാഥാർത്ഥ്യത്തിലൂടെയാണ്
ആദരണീയരായ ബഷീർ കാടേരിയുടെ ഫോട്ടോ ഫ്രെയിമുകളിലൂടെ യാത്ര ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും ഒരുപാട് ആശംസകൾ. ഇനി അടുത്ത ഫ്രെയിമുകൾ ഏതിലേക്കാണ് നിങ്ങളുടെ ലെൻസുകൾ? ഇപ്പോൾ മലബാർ സമ്മറായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തിരൂരങ്ങാടിയാണല്ലോ അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് ചിത്രങ്ങളെടുത്ത് ഇപ്പോൾ നാളെയാണ് അതിൻ്റെ പ്രദർശനം. യങ്മെൻസ് ലൈബ്രറിയിൽ അതിൻ്റെ മലബാർ തിരൂരങ്ങാടിക്കാരുടെ ഏത് കാലത്തെയും ഒരു അഹങ്കാരമാണ് യങ്മെൻസ് ലൈബ്രറി. അവിടെ തന്നെ ഒരു സ്ഥിരം ആർട്ട് ഗാലറി വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കുറേ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതെടുത്ത് പറയേണ്ടതാണ്. തിരൂരങ്ങാടി യങ്മെൻസ് ലൈബ്രറി തിരൂരങ്ങാടിയുടെ പോയ കാലങ്ങളെ ചരിത്രങ്ങളെ വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ലൈബ്രറി ഏറ്റെടുക്കുകയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഉദ്ഘാടനം നാളെ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എക്സിബിഷൻ കാണാൻ വേണ്ടി അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചിട്ട് ഓരോ ചിത്രങ്ങളെ കുറിച്ച് ചോദിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം പറഞ്ഞ് ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇതൊരു മുതൽക്കൂട്ടാണ്, അവരെ ഇത് കാണിക്കണം എന്നാണ് ഇതിൻ്റെ ചിത്രങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. തിരൂരങ്ങാടി ഇന്ത്യൻ സംസ്കൃതിയെ വീണ്ടെടുക്കുന്നതിൽ ജീവൻ്റെ വില നൽകിയ ഒരു നാട്. ചിത്രകാരനും ഫോട്ടോഗ്രാഫറുമായ ബഷീർ കാടേരി തൻ്റെ ക്യാമറ കണ്ണുകൾ തിരിക്കുന്നത് ഒരു സംസ്കൃതിയെ നിലനിർത്തുന്നതിന് വേണ്ടി കൂടിയാണ് എന്നതാണ് വലിയ സന്തോഷം. കോഴിക്കോട് ലളിതകലാ അക്കാദമിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഒരു ഫോട്ടോ പ്രദർശനത്തിൽ അദ്ദേഹം കാണികൾക്ക് വേണ്ടി വെച്ച ചില ഫ്രെയിമുകൾ മാത്രമാണ് നമ്മൾ വീഡിയോകളിൽ നമ്മൾ കാണിച്ചത്. അതിന് പുറമെ ഗൾഫ് നാടുകളിലും ബന്ധപ്പെട്ട ഒരുപാട് ഫോട്ടോകൾ അദ്ദേഹത്തിൻ്റെ ശേഖരത്തിൽ ഉണ്ട്. തിരൂരങ്ങാടി യങ്മെൻസ് ലൈബ്രറിയിൽ ഇനി ബഷീർ കാടേരിയുടെ മലബാർ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ നമ്മൾക്ക് കാണാൻ കഴിയും എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന സാഹചര്യമാണ്. കൂടെ തന്നെ തിരൂരങ്ങാടിയിലെ മറ്റൊരു ഫോട്ടോഗ്രാഫറായ സിറാജ് മേലെ വീട്ടിലിൻ്റെ ഫ്രെയിമുകളും അവിടെ നമുക്ക് കാണാൻ കഴിയും. ബഷീർ കാടേരി തൻ്റെ ഫ്രെയിമുകളിലൂടെ തൻ്റെ ചെറുപ്പവും തൻ്റെ വിദ്യാർത്ഥി കാലവും കഴിഞ്ഞുപോയ പ്രവാസ ജീവിതവും ഗൾഫ് ജീവിതത്തിലെ തൻ്റെ തൊട്ടടുത്തുള്ള യാഥാർത്ഥ്യങ്ങളും എല്ലാമാണ് തൻ്റെ ഫ്രെയിമുകളിലൂടെ നമ്മൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. മലബാർ സമര ചരിത്ര ദൗത്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തിരൂരങ്ങാടിയിലെ ആലി മുസ്ലിയാരുടെ ദറസ് പള്ളി, മലബാർ സമര ഭടന്മാർ ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്ത പനമ്പുഴ ITAക്കൽ, മമ്പുറം എന്നീ കടവുകളും ആ കടവിനോട് ബന്ധപ്പെട്ട സൗന്ദര്യവുമെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകളുടെ പുറം നാടുകളിലേക്ക് അദ്ദേഹം സംവദിച്ചത്. കൂടാതെ തിരൂരങ്ങാടിയിലെ കിഴക്കേ അങ്ങാടി എന്ന് പറയപ്പെടുന്ന കിഴക്കേതല, സൗദാബാദ്, പഴയകാല ചന്തയുടെ കേന്ദ്രമായിരുന്ന ചന്തപ്പടി, തിരൂരങ്ങാടി വലിയ പള്ളി, മമ്പുറം അലവി തങ്ങളുടെ മഖാം, തിരൂരങ്ങാടിയിലെയും AR നഗറിലെയും കൃഷിയിടങ്ങൾ എല്ലാം ബഷീർ കാടേരിയുടെ ഫ്രെയിമുകളിൽ ഇടം പിടിച്ചത്